ലാഭം നഷ്ടം ലാഭം അവിടെ നിർത്തണമെന്നാ പറയാ. അല്ലെ 3 അല്ലെ 5, പക്ഷെ അതിലും കുറച്ച് ചെയ്തിട്ടുണ്ട്. 25,000 രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റെയർ ചെയ്യുന്ന സമയത്തെ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. 18 പടി, അതായത് ശബരിമലയിലെ 18ാം പടി എന്നുള്ളൊരു വിശ്വാസപ്പുറത്ത് ചെയ്ത സാധനം. ഇതിന്റെ അടുത്ത ബുദ്ധിമുട്ട്, ഇതിനകത്ത് നെട്ടും ഇല്ല ബോൾട്ടും ഇല്ല. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇതിന്റെ അടിയിൽ ടോയ്ലറ്റ് ചെയ്യാൻ. ദയവ് ചെയ്ത് ഒറ്റ നില വീടാണെങ്കിലും 2 നില വീടാണെങ്കിലും 3 നില വീടാണെങ്കിലും ആവശ്യമുള്ള ഒരു സാധനം. ഔട്ട്സൈഡ് ചെയ്യലില്ല, ഒറ്റ വീട്. ഇതിന്റെ മുകളിലേക്ക് കയറണം, വള്ളി തൂങ്ങി കയറുന്ന കേസാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട, നമ്മള് ഇപ്പുറത്തോട്ട് സിറ്റി ഏരിയയിലാണ് സംസാരിക്കുന്നത്. ഇയാള് ഡ്രോൺ പറത്തിയ ഒരു കഥ ഉണ്ട്, ഞാനത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ സ്റ്റെയർ കേസ് നമുക്ക് നിലവിൽ എത്ര ടൈപ്സ് ആണ് സ്റ്റെയർ കേസ്? അപ്പോ ആദ്യം ടൈപ്പ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞ് സാറും കയറി വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. ഒരാള് 2 ദിവസം മുമ്പ് കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ അറിയില്ലേ പോഡ്കാസ്റ്റ് കൊള്ളാന്നൊക്കെ പറഞ്ഞ്, നിങ്ങളെല്ലാം സുഹൃത്തുക്കളല്ലേ? ഇയാള് പറഞ്ഞു കേട്ടായിരുന്നു, എനിക്കറിയാം. തുടക്കം സ്കിപ്പ് ചെയ്തു. പുള്ളി മൊട്ട അടിക്കണം എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ടുണ്ട്, ആ വിഗൂരി മാറ്റിക്കേ. വന്ന് വലിച്ചു നോക്കാവുന്നതാണ് അല്ലെ? ആ ചലഞ്ച് വെക്കുന്നു നിങ്ങള്. തീർച്ചയായും. പിന്നെ അല്ല, ഇയാൾ കഴിഞ്ഞ വട്ടം മറ്റേ മുടി കിളിക്കാതിരിക്കാനുള്ള. ഇല്ല, ഞാൻ ആരെയും കുറിച്ചിട്ട് നമ്മള് എന്റെ പൊന്നു പറഞ്ഞ ഇയാളാ. അപ്പൊ ഈ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വുഡൻ സ്റ്റെയർ കേസുകൾ, തടി അല്ലേ? അതില് അടിപൊളിയായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്ക് അല്ലേ, ഈട്ടി, കരിമ്പന. ഇപ്പൊ കരിമ്പന തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കരിമ്പന ഇപ്പൊ ഇന്റീരിയർ ചെയ്യാനായിട്ട് ധാരാളം. പക്ഷേ അവൈലബിലിറ്റി കുറവുണ്ട്. അതുപോലെ തടിയായാലും ഇപ്പൊ അവൈലബിലിറ്റി പണ്ടത്ര ഇല്ല. തടി വേണ്ട, തടി എടുക്കുന്നില്ല. ഒരു സാധനം കിട്ടിയപ്പോ പിടിച്ച് കയറുക. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം നമ്മുടെ കോൺക്രീറ്റ് സ്റ്റെയർ തന്നെ അല്ലേ? കോൺക്രീറ്റ് ട്രെൻഡ് ആയിട്ടുള്ള കാന്റിലിവർ കൺസെപ്റ്റ് ഒക്കെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം പറയട്ടെ. ഇപ്പൊ പറയുകയാണെങ്കിൽ വുഡ്, പിന്നെ കോൺക്രീറ്റ്, പിന്നെ ഇൻഡസ്ട്രിയൽ, ഈ 3 എണ്ണമുള്ളതില്ല. ഏറ്റവും എസ്തെറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന സാധനം എന്നും എപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ. ഏത് രീതിയിലും ചെയ്യാം, ഏത് രീതിയിലും. പക്ഷെ എക്സ്പെൻസ് അതുപോലെ പോക്കറ്റ് നിറക്കി കൊടുക്കണം. അതെ, എല്ലാവരും ചോദ്യമാണ് 1 ലക്ഷം രൂപയ്ക്ക്. 1 ലക്ഷം രൂപ വന്ന് ഞാൻ ഈ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നെ. പക്ഷെ അതിലും കുറച്ച് ചെയ്തിട്ടുണ്ട്. 25,000 രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ എനിക്ക് സ്വർണത്തിന്റെ മാല വേണം, പക്ഷെ സ്വർണം ആയിരിക്കരുത് എന്ന് പറയുന്ന പോലെ കല്ലൻമുള വെച്ചിട്ടായിരിക്കും. അല്ല, ചെയ്യാം, ശരിയല്ലേ? ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് അതിന് മെറ്റീരിയലൂടെ പറഞ്ഞേക്കാം. നോർമലി MSI യൂസ് ചെയ്തിരിക്കണം. അതില് MSI യൂസ് ചെയ്തിട്ട് നമ്മുടെ സിമെന്റ് ഫൈബർ ബോർഡ് അല്ലേ, 16 സിമെന്റ് ഫൈബർ ബോർഡ്, അത് ഡ്രോപ്പ് അടിച്ചേക്കുക. വേറൊന്നും ചെയ്തിട്ടില്ല, റോ ഫിനിഷിൽ അടിച്ചു വെച്ചേക്കുക. ഉപയോഗിക്കാം, ധൈര്യമായിട്ട് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റെയർ ചെയ്യുന്ന സമയത്തെ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ അതിലുപരി സ്റ്റെയർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. വാസ്തുപരമായിട്ട് ഇത് സിംഗിൾ സ്റ്റെപ്പിലേക്കൊക്കെ നിൽക്കണം. ഈ അതെന്താ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ പലപ്പോഴും പറയുന്നത്, എന്താണ് ലാഭം നഷ്ടം, അങ്ങനെ ഇത് മൊത്തത്തിൽ അവസാനം നഷ്ടമാവാതിരുന്നാൽ മതി. വീട് വെച്ചിട്ട് ആരെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയം. നഷ്ടമല്ലേ മൊത്തം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ പറയും, ലാഭം നഷ്ടം ലാഭം അവിടെ നിർത്തണമെന്നാ പറയാ. അല്ലെ 3 അല്ലെ 5, അതാ കണക്കാക്കുക. വിശ്വാസങ്ങൾ അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പം ഈ ശരിക്കും ഇതിന്റെ വീതി, അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റ്, അതൊക്കെ വലിയൊരു ഘടകമാണ്. അതിന്റെ ഏറ്റവും നമുക്ക് പണ്ട് കാലങ്ങളിൽ ഒരു ബിൽഡിങ്ങിന് 18 സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഏതൊരു ബിൽഡിങ്ങിലേക്ക് കയറാനും നമുക്ക് 3 മീറ്റർ ആയിരിക്കുമല്ലോ ഹൈറ്റ്. അതായത് ഒരു 17.2 സെന്റിമീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ 18 സ്റ്റെപ്പ്. എന്താ കാര്യം എന്നറിയോ? 18 പടി, അതായത് ശബരിമലയിലെ 18ാം പടി എന്നുള്ളൊരു വിശ്വാസപ്പുറത്ത് ചെയ്ത സാധനം. അടിപൊളി, അതൊരു സീരിയസ്ലി അങ്ങനെ ആയിരുന്നു. പക്ഷെ അത് എല്ലാ മതസ്ഥരിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഈ 18 സ്റ്റെപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കുറച്ച് കയറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരുവിധം അതെ, പ്രായമായ ആൾക്കാർ, മുട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം നിലവിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഒക്കെ എടുത്താലും മിനിമം എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. ശരിക്കും നമ്മൾ പോലും കയറുന്നത് അറിയില്ല, ആ രീതിയിലേക്ക് നമുക്ക്
പോകാൻ പറ്റും. ഇത് പണ്ട് കാലങ്ങളിൽ 80 സെന്റിമീറ്റർ ഒക്കെ ആയിരുന്നു ഇതിന്റെ വിട്ത് ചെയ്തിരുന്നത്. പിന്നീട് അത് 90 സെന്റിമീറ്ററിലേക്ക് മാറി. കുറെ കാലം 90 സെന്റിമീറ്റർ ആയിരുന്നു, 3 അടി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഹാൻഡ് റെയിൽ നമ്മൾ ഇതിന്റെ ഇൻസൈഡിലേക്ക് ആയിരിക്കും പിടിപ്പിക്കും. അപ്പൊ വീണ്ടും ഒരു 10 സെന്റിമീറ്റർ അവിടെ കുറഞ്ഞു. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും. ഇപ്പൊ കോമൺ ആയിട്ട് 1 മീറ്ററായി. 1.20 ചെയ്യുന്ന ആൾക്കാരുണ്ട്, 1.5 മീറ്ററും ചെയ്യുന്നവരുണ്ടാവും. 5 അടിയൊക്കെ ഭയങ്കര വീടിന്റെ ബ്യൂട്ടി അനുസരിച്ചിട്ടായിരിക്കും. എത്ര ബ്യൂട്ടി എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ സ്പേസ് എടുത്തു പോകുന്ന ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ സ്റ്റെയർ കേസ്. അല്ല, ഇപ്പൊ കുറെ ഡിസൈനേഴ്സ് അത് ശ്രദ്ധിക്കുന്നു. അതാ പറഞ്ഞ സ്പേസ് എടുത്തു പോകുന്നതാണ്. അതേസമയം അതിനോട് ചേർത്ത് പറയേണ്ടതാണ്, ഏറ്റവും നന്നായിട്ട് ചെയ്താൽ വീടിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുന്ന ഏരിയ മോശമായി ചെയ്താൽ ഇത്രത്തോളം ക്രിഞ്ചടിക്കുന്ന ഒരു ഏരിയ വീട്ടിൽ വേറെ ഉണ്ടാവില്ല. അതായത് നമുക്ക് കോമൺലി കാണാത്ത ഒരു ഏരിയയിലാണ് സ്റ്റെയർ എങ്കിൽ ദയവ് ചെയ്ത് പിന്നെ അതിനകത്ത് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. കോൺക്രീറ്റിൽ സിമ്പിൾ ആയിട്ട് ചെയ്ത് കളയുക അല്ലേ. പക്ഷെ കാണുന്ന ഭാഗമാണെങ്കിൽ എത്രത്തോളം നമുക്ക് മനോഹരാക്കാൻ പറ്റുമോ അത് അത്രത്തോളം ചെയ്യണം. ഹൃദയ ഭാഗത്താണെന്നുണ്ടെങ്കിൽ വേറെ ലെവലിൽ. എനിക്ക് തോന്നുന്നു അജയുടെ വീടിന്റെ ഹൈലൈറ്റ് തന്നെ സ്റ്റെയർ ആണ്. കേറി വരുമ്പോ തന്നെ വിസിബിൾ ആയിട്ട് നിൽക്കുകയാണ്. അവസാനം ചെയ്ത സാധനം കാര്യം ഏറ്റവും ലാസ്റ്റ് അതിനൊരു ഡിസൈൻ എടുക്കാൻ പറ്റുന്നില്ല. ഡിസൈൻ എടുക്കാൻ പറ്റാതെ അവസാനം ചെയ്തു വന്നൊരു സാധനമാണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതുപോലെ ഡിഫറൻറ്റ് ആയിരിക്കണം, അതിനെന്തെങ്കിലും ഉപയോഗം ഉണ്ടായിരിക്കണം, അതിനെ റിലേറ്റ് ചെയ്യേണ്ട വേറൊരു സാധനം. കാരണം അതുപോലെ എസ്തെറ്റിക്കലി കളറും വേറെ ആരും കൊടുക്കാത്തൊരു ബ്ലാക്ക് കളർ നമ്മൾ. അല്ല, അതിനകത്തെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവസാന സമയത്തേക്ക് അത് ചെയ്യാൻ പറ്റിയത്. കോൺക്രീറ്റിലൊക്കെ കൊണ്ട് അതൊരു പിന്നെ ഒരു ഡിസ്കഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞത് അതോടെ അവസാനിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. പിന്നെ പൊതുവെ ഇപ്പോൾ ഇതിനകത്ത് എല്ലാവരും ചോദിക്കാൻ പോണ ചോദ്യം, ഇതിനകത്ത് വില ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻഡസ്ട്രിയലിനാണോ കോൺക്രീറ്റ് സ്റ്റെയർ കേസിനാണോ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇൻഡസ്ട്രിയലിന് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ കോൺക്രീറ്റ് സ്റ്റെയറിന് റേറ്റ് വരും. അത് എപ്പോഴും ഈ നമ്മുടെ ഇതിന്റെ ഹാൻഡ് റെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. ഹാൻഡ് റെയിൽ അത്യാവശ്യം നമ്മൾ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ടഫ് ആൻഡ് ഗ്ലാസിൽ ജസ്റ്റ് സൈഡിൽ നമ്മൾ ബോൾട്ട് ചെയ്തിട്ട് മുകളിൽ ചെറിയ രീതിയിൽ ബീഡിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് വരും. അതെ, അത് ജിയിലേക്ക് വരുന്ന സമയത്ത് ജിയിലേക്ക് വരുമ്പോൾ റേറ്റ് കുറയും. അതെ, വുഡിലാണെങ്കിൽ കോസ്റ്റ് കൂടും. കാര്യം വുഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് വുഡ് വളയ്ക്കേണ്ടതൊക്കെയാണ്. തടി നമുക്ക് തേക്ക് മാത്രമേ പറ്റുള്ളൂ. അവിടെയൊക്കെ നമുക്ക് ഭയങ്കര ഭീമമായ റേറ്റ്. പണ്ടത്തെ വീടുകൾ ശ്രദ്ധിച്ചാൽ മതി, വലിയ ആനവാതിലുള്ള വീടുകളൊക്കെ ആണെങ്കിലേ ഹാൻഡ് റെയിലൊക്കെ അതുപോലെ ചെത്തി അവർ ഹാൻഡ് വർക്ക്, മെഷീൻ വർക്ക് ഇപ്പൊ ചെയ്തിരിക്കുന്ന പോലെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത് പോളിഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഈ ഹാൻഡ് റെയിലുകളല്ലേ വരുന്നത്. ഞങ്ങള് ഒരു 5 വർഷം മുന്നേ ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ടൊരു റിനോവേഷൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പഴക്കമുള്ള ഇതാണ്. അപ്പോൾ അത് കരിവീട്ടിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റെയർ ആണ്. ഒറ്റ സ്ട്രക്ചറിൽ, അതായത് സ്പൈഡർ സ്റ്റെയർ എന്ന് പറയും, അറിയാലോ. അത് ഒറ്റ റൗണ്ടായിരിക്കും 360. അപ്പോൾ ഇത് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞത് പുതിയ ബിൽഡിങ്ങിലേക്ക് ഈ സ്റ്റെയർ തിരിച്ചു വെക്കണം എടുത്തിട്ട്. അപ്പോൾ സംഭവം ഓൾറെഡി ഓക്കെ, അങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് ജസ്റ്റ് അഴിക്കാൻ നോക്കുമ്പോഴാണ് ഇതിന്റെ അടുത്ത ബുദ്ധിമുട്ട്. ഇതിനകത്ത് നെട്ടും ഇല്ല, ബോൾട്ടും ഇല്ല, ഒന്നും ചെയ്യാനില്ല. ഇത് എവിടെയാണ് ഇതിന്റെ ജോയിന്റ് ഒന്നും അറിയാൻ വയ്യ. പിന്നെ അവസാനം ഇതിന്റെ ബോട്ടം ടോപ്പ് കട്ട് ചെയ്തു, അതുപോലെ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തു. അന്നത്തെ ആ പണിക്കാരുടെ ആ ഒരു വൈദഗ്ധ്യം എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ സാധനം. അതെ, സത്യം. പിന്നെ ഞാൻ ചോദിച്ചിട്ട് സുനീറ, നമ്മൾ ഈ സ്പൈറൽ സ്റ്റെയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, നമുക്കിപ്പോൾ IBM അടിച്ച് സ്പൈറൽ സ്റ്റെയർ കേസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതെ, IBM ചെയ്യാം. എനിക്ക് തോന്നുന്നു അതൊരു എക്സ്പെൻസീവ് അല്ലാത്തൊരു സാധനമാണെന്ന് തോന്നുന്നു അല്ലേ, IBM അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും. അതായത് സെൻട്രൽ ഒരു പോള് വെച്ചിട്ട് ചുറ്റിയിട്ട് നമ്മളിത് ചെയ്യുന്നു. പക്ഷെ അത് എപ്പോഴും സ്പൈഡർ സ്റ്റെയർ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആക്സസ് അല്ല. നമുക്ക് അത്രയും സ്പേസ് കുറയുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് കറക്റ്റ് ഒരു 1.2 അല്ലെങ്കിൽ 90 റേഡിയസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും പല ഷോപ്പുകളിലൊക്കെ ഇത് ചെയ്ത് കാണലുണ്ട്, ചെറിയൊരു സ്പേസിൽ. പക്ഷെ വീടുകളിൽ അത് അത്ര നല്ല കുറവാണ്. ആറ്റിക് ഡിസൈൻ വരത്തില്ല, ആറ്റിക് ഡിസൈൻ വരുന്ന വീടുകൾ, എ ഫ്രെയിം വീടുകൾ, അവിടെ ഇത് പറ്റും. സ്പേസ് ഉണ്ടാവില്ല. അല്ല, ഇപ്പൊ അതിന് വേറെ ഓപ്ഷൻ ആയല്ലോ, ലിഫ്റ്റ് വെക്കാവുന്ന ഓപ്ഷൻ. ലിഫ്റ്റുകൾ വന്നു തുടങ്ങി. ഭയങ്കര ഒരു മിനിമം ലിഫ്റ്റ് ഏകദേശം ഏറ്റവും കുറവ് 5 ലക്ഷം രൂപ. അത് കുറയും. ഇപ്പൊ ഒരു വന്ന് ട്രെൻഡ് ആയി തുടങ്ങിയല്ലോ. തീർച്ചയായിട്ടും അത് ഹോം എലവേറ്റേഴ്സ് ഭയങ്കര റേറ്റ് ഇപ്പൊ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ കുറയണം. ഇപ്പം ഇടയ്ക്ക് ലുലുവിലൊക്കെ അവിടെ മോക്കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ വാക്കം വെച്ചിട്ട് ചെയ്യുന്ന. അത് പക്ഷേ 17 രൂപയോ 15 രൂപയാണെന്ന് തോന്നുന്നു അതിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ എനിക്ക് പറയാനുള്ള, ഈ സ്റ്റെയർ കേസ് ചെയ്യുമ്പോഴത്തേ നിങ്ങൾ എപ്പോഴും എസ്തെറ്റിക്സ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം പല ആൾക്കാരും നല്ല സ്റ്റെയർ കേസുകൾ കൊണ്ടുവന്ന് വെറുതെ SS-ന്റെ ഹാൻഡ് റെയിൽസ് വെച്ച് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. വിഷമം തോന്നാറുണ്ട് പലപ്പോൾ. എന്തിനാണ് ഈ SS?
എനിക്ക് മനസ്സിലായിട്ടില്ല. GI വെച്ച് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ്, SS-നേക്കാളും വില കുറച്ച് നമുക്ക് അതെ, കിട്ടുമെന്നുള്ള പൊതുവിൽ മൊത്തത്തിൽ ആളുകളുടെ ഒരു ധാരണ GI എന്ന് പറയുന്നത് എന്തോ ഒരു ലോക്കൽ മെറ്റീരിയൽ ആണ് material ആണ്, എന്നുള്ളൊരു സത്യം. ചിന്തയുണ്ട്. പക്ഷെ GI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത്രയും വെയിലും മഴയും നമ്മുടെ എല്ലാ കാലാവസ്ഥ ഏറ്റുവാന്നൊരു സാധനമാണ് GI. നമ്മുടെ ഗേറ്റ്, അതൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ? അല്ല അതല്ല, ഇപ്പൊ ഈ CNC കട്ടിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ധാരാളം ഡിസൈൻസ് ഇതിന്റെ ഹാൻഡ് റെയിലിൽ തന്നെ CNC ട്രെൻഡിങ് ആണ്. അവിടെ ഈ ഗ്ലാസ് സ്റ്റീൽ വെച്ചിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടുള്ള വർക്കുകൾ അത് പോയി, ഔട്ടായി. അതൊക്കെ നമ്മുടെ അതായത് SS-ന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഈ സ്റ്റീൽ ഫിനിഷ് ഇത്രത്തോളം വൃത്തികെട്ടൊരു കളറില്ല. നിങ്ങൾ അതുകൊണ്ട് അതൊക്കെ മാറ്റി പിടിക്കുക. ആ ട്രെൻഡൊക്കെ അവസാനിച്ച് കിട്ടും. ആ ട്രെൻഡൊക്കെ ഇപ്പോഴും ട്രെൻഡാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, ഈ ഫോൾ സീലിംഗ് കാര്യം പറയുന്നത് പോലെ. പിന്നെ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്ന ഹാൻഡ് റെയിലായിരുന്നു കാസ്റ്റ് ആൻഡ് വെച്ചിട്ടുള്ളത്. അതിപ്പോ വീണ്ടും റിട്ടേൺ വരുന്നുണ്ട്. അതെ അതെ സത്യം. അതിപ്പോഴും അത് പിന്നെ അലൂമിനിയം ആ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് അതുപോലെ ചെയ്യുന്ന പഴയ നസീറിന്റെ സിനിമകളിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതല്ലേ ആ ഒരു സത്യം. അത് കുറെ ഇപ്പോഴും പല വീടുകളിൽ പോയി കഴിഞ്ഞാൽ ആ സാധനം അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം അങ്ങനെ ഇരിക്കും. അതെ, ഒന്നുമില്ല സത്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഇടയ്ക്കൊരു ഏതിലോ ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടതാ, കാൻഡിലിവർ സ്റ്റെയർ കേസിലെ കോൺക്രീറ്റ് വരുന്നത്, അതിൽ വേറൊന്ന് കണ്ടു, ഗ്ലാസ് പിടിപ്പിച്ചിരിക്കുന്നു. ഗ്ലാസ് പിടിക്കുന്ന സമയത്ത് ഈ താഴെ ആളുണ്ടെങ്കിൽ മുകളിലേക്ക് നമുക്ക് കയറി പോകുമ്പോ ശ്രദ്ധിക്കണം. അതാണ് അതിന്റെ നെഗറ്റീവ്. മാത്രമല്ല അത് ഡേഞ്ചറാണ് കേട്ടോ. പിന്നല്ലേ, കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണെങ്കിലും ഗ്ലാസ് എപ്പോഴും ഈ പറഞ്ഞ കണക്ക് നമ്മൾ അല്ലാതെ സ്റ്റെയർ ചെയ്താൽ തന്നെ നമ്മൾ മുകളിലേക്ക് നമ്മൾ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അത് കുറച്ച് എന്താണ് പറയുക ആന്റി സ്കിഡ് ആണ് സാധനം. നമ്മൾ സ്റ്റെയറിൽ ടൈൽ ഇടാത്തതിന്റെ മെയിൻ കാരണം തന്നെ സ്ലിപ്പ് ആവുന്ന ഒരു സ്റ്റെയറിൽ നിന്നൊക്കെ വീണ ഒരു രക്ഷ ഉണ്ടാവില്ല. ഗ്ലാസ് ബ്രേക്ക് ആവത്തില്ല, പക്ഷേ ഇതാവും സ്കിഡ് ഗ്ലാസ് ബ്രേക്ക് ആവത്തില്ല, അത് സത്യമാണ്. പക്ഷെ അതിനകത്ത് ഒരു അല്പം വെള്ളം കിടന്നാലോ ഓയിൽ കിടന്നാലോ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അടുത്ത നടപടി നോക്കി വെച്ചാൽ മതി. എക്സ്പെൻസും കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. എനിക്കൊന്ന് ഈ മൾട്ടിപ്പിൾ ലേയേഴ്സ് വരുമ്പോഴത്തേക്ക് എനിക്കൊന്നൊരു 900 എബോ വരും. ഏറ്റവും ബെസ്റ്റ് സ്ലിപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു വുഡ്. അത്രയും ഫ്രിക്ഷൻ കാലിൽ വുഡ് കിട്ടുന്ന പോലെ വേറെ ഒരു ഗ്രാനൈറ്റിനോ ടൈലിനോ കിട്ടുകയല്ലോ. അവിടെ വുഡ് മാത്രമാണ്. അല്ല, വുഡിലോട്ട് തിരിച്ചെത്തി. ഞാൻ പറഞ്ഞില്ലേ 1000 പോസിറ്റീവും 1000 നെഗറ്റീവും 900 പോസിറ്റീവുള്ള താഴത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. നിങ്ങളെ പുള്ളി ശരിക്കും നിങ്ങളുടെ ഈ കളിയാക്കലം കൊണ്ട് കഴിഞ്ഞാണ് ഒരു സമയത്ത് ഷൂട്ടിന് വരാതിരുന്നത്. നിങ്ങൾ വീണ്ടും നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരാതിനെ കുറിച്ച് എന്നാക്കിയാ പറഞ്ഞത്, ദൈവം നമ്പരാനും ഓക്കെ. അപ്പൊ സ്റ്റെയർ കേസ് എനിക്ക് തോന്നുന്നു സ്പൈറൽ സ്റ്റെയർ കേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വുഡിനെ കുറിച്ച് പറഞ്ഞു, കോൺക്രീറ്റിനെ കുറിച്ച് പറഞ്ഞു. എടുത്ത് പറയേണ്ട ഈ സ്റ്റെയർ കേസ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റെയർ കേസിന് വയ്ക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. ടൈല്, ഗ്രാനൈറ്റ്, ഗ്ലാസ് നമ്മൾ പറഞ്ഞു, വുഡ് നമ്മൾ പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിൽ ചെയ്യിക്കുന്ന WPC പ്ലാസ്റ്റിക് കമ്പോസിറ്റ്. അതിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുന്നത് ഒരു വേസ്റ്റ് വേർഷനാണ് എൻ്റെ വീട്ടിൽ ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിൽ എന്ത് പെയിൻറ്റ് അടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, ബ്ലാക്ക് കളർ PU പെയിൻ്റ് ഉണ്ടല്ലോ അടിച്ചു വിടാൻ പറഞ്ഞു. പോളിഷ് ചെയ്യണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. പുട്ടി ഇടണമെന്ന് വെച്ചു, വേണ്ടാന്ന് ചോദിച്ചു. കാര്യം പുട്ടി ഇട്ടാൽ പൊളിഞ്ഞാലോ എന്നുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ മാക്സിമം വരുന്നത് നരയ്ക്കുക എന്നുള്ള. പക്ഷെ വിറ്റ് എന്നാന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള. അത് ഇല്ല, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ട്രാഫിക്. ഇനി ഇതിനകത്തെ ഈ സ്റ്റെയർ ചെയ്യുന്നതിനകത്ത് പലപ്പോഴും നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പല ക്ലൈന്റും ഈ ഏരിയ കുറയ്ക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇതിന്റെ അടിയിൽ ടോയ്ലറ്റ് ചെയ്യാൻ. ദയവ് ചെയ്ത് ഇപ്പോഴുണ്ട് പറയുന്ന ആളുകളുണ്ട്. ബഡ്ജറ്റാണ് അതിന്റെ ഒരു മെയിൻ വിഷയം. ഒന്നുകിൽ ടോയ്ലറ്റ് അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഇൻവെർട്ടർ. അത് ഓക്കെ, വലിയൊരു പ്രശ്നമില്ല എന്ന് തന്നെ പറയാം, കുഴപ്പമില്ല. കാര്യം ഒരു സ്പേസ് നമുക്ക് ഡെഡ് സ്പേസ് ആണ്. അല്ല, പക്ഷെ അത് നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ചെയ്ത് അവിടെ ഒരു കോട്ടയാടാക്കി. അല്ല, അത് അടിപൊളി കൺസെപ്റ്റ്. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റീഡിംഗ് യൂണിറ്റ് അതുപോലുള്ള അങ്ങനെ കുറെ സാധനങ്ങൾ, റീഡിംഗ് കോർണറും കോട്ടയാടും കൂടി അങ്ങനെയുള്ള ചെയ്യാൻ പറ്റുന്ന ഈ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടിപൊളിയായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും, അതും നല്ലതാണ്. എന്ത് വേണേ ചെയ്യാം. പക്ഷേ ടോയ്ലറ്റ് ചെയ്യരുത്. ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. എല്ലാവരും ഒരു പറ്റാത്ത സ്ഥിതിയായി പോകും. ഇതൊക്കെ തന്നെ ഉള്ളൂ. നിലവിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ സ്റ്റെയറിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ. അപ്പം കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഇടയ്ക്ക് ഒരാൾ 500 മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കൊടുത്തില്ല എന്നൊരു പരാതി ഉണ്ട്. നമ്മളോ? അതാണ് ഞാനും ആലോചിക്കുന്നത്. അയ്യോ, അതെന്ത് പറ്റി? അതറിയില്ല കേട്ടോ, ശ്രദ്ധിക്കണം അമ്പാനെ. 500 മെസ്സേജോ?
എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പേഴ്സണൽ ഇട്ടിട്ടായിരിക്കും, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. ഏയ് ഒരിക്കലും ഇല്ല. എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ ആ, ഒരു മെസ്സേജ് ഒന്നും റിപ്ലൈ ആയിരിക്കത്തില്ല. ഏത് നമ്പറിൽ? എൻ്റെ 2 നമ്പറിലും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിലോ മറ്റേ ഇതിൽ ഫേസ്ബുക്കിലോ ഞാൻ നോക്കാറില്ല. എനിക്കത് എനിക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. മറ്റത് അങ്ങനെയല്ല. മറ്റത് ആര് വിളിച്ചാലും പറയട്ടെ, എന്നെ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തവർ എന്നെ വിളിച്ചിട്ട് മെസ്സേജ് പറയട്ടെ, അതങ്ങനെ അറിയട്ടെ. നോക്കോ മഞ്ഞ ഷർട്ട്. അപ്പോൾ വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.